റീൽസ് അല്ല റിയാലിറ്റി. റിയാലിറ്റി വേറെയാണ്, റീൽസ് വേറെയാണ്. റീൽസൊക്കെ ഇടണം, സ്റ്റാറ്റസ് ഇടുന്നൊക്കെ വേണം. പക്ഷേ അതിനപ്പുറമായിട്ട് നമ്മുടെ ഇടുന്ന ഓരോ പോസ്റ്റും നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. തെറ്റ് പറ്റുമോ എന്ന് പറയണം, അന്തസ്സുണ്ടാവണം. ഞാൻ പറഞ്ഞത് ഇന്നത്തെ ന്യൂസ് ഡെസ്കുകൾ ഇല്ലാത്ത സംഭവമാണ്. തെറ്റുപറ്റി മോഹൻലാലിൻ്റെ കണ്ണിൽ കൊണ്ട് മൈക്ക് കുത്തിയിട്ട് മാപ്പ് പറഞ്ഞു, നല്ല മാതൃക. പക്ഷേ മോഹൻലാൽ ക്ഷമിച്ച മാതൃക ലോകത്തോളം മോഹൻലാലിൻ്റെ ഗ്രാഫ് ഉയർന്നു എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ചെയ്തത് തെറ്റാണ്, മാധ്യമപ്രവർത്തനം ഞാനായാലും ചെയ്ത് തെറ്റാണെന്ന് പറയും. അത് എൻ്റെ സ്ഥാപിച്ചാൽ ഞാൻ പറയും തെറ്റാന്ന് പറയും. നമുക്ക് വേണ്ടത് കറക്ഷനാണ്, ക്ലാരിഫിക്കേഷൻ അല്ല. ഇന്ന് ന്യൂസ് റൂമിൽ ഇല്ലാതെ പോകുന്നത് കറക്ഷൻസാണ്. തെറ്റ് പറ്റി എന്ന് പറഞ്ഞ് അന്തസ്സായിട്ട് പറയണം, കറക്ഷൻ, വി നീഡ് എ കറക്ഷൻ. പുതിയ നവമാധ്യമ ലോകത്ത് ക്ലാരിഫിക്കേഷൻ പറഞ്ഞ് അതിനങ്ങോട്ട് നമ്മളെല്ലാം അറിയാൻ ധാരണയാണ്. അറിയില്ലെങ്കിൽ അറിയില്ല പറയാനുള്ള അന്തസ് ഉണ്ടാവണം. അതും ന്യൂസ് റൂമിൽ ഉണ്ടാവേണ്ടത് പുതിയ കാര്യം. നിങ്ങൾ തിരുത്തണം. എനിക്ക് മുമ്പിരിക്കുന്ന തൂലികക്കാർ തിരുത്തണം. അവർക്കറിയില്ല, അറിവില്ലായ്മയോട് പറയാണ്, സമ്മതിക്കണം. അല്ലാതെ ക്ലാരിഫിക്കേഷനെയും അതുപോലെ തന്നെ കറക്ഷനെയും ഒന്നായി കാണരുത്. ടെലിവിഷൻ റേറ്റിംഗ് കൂട്ടാനല്ല നമ്മുടെ മാധ്യമപ്രവർത്തനം. ആളുകളുടെ മനസ്സിൽ റേറ്റിംഗാണ് കൂട്ടേണ്ടത്, വിശ്വാസ റേറ്റിംഗാണ് കൂട്ടുക. ഓരോ ഫേക്ക് ന്യൂസ് ഉണ്ടാകുമ്പോൾ തകരുന്നത് കേരളത്തിൻ്റെ മനസ്സാണ്. നമുക്ക് ശേഷം ഒരു തലമുറ വരുന്നുണ്ട്, അവരോട് നീതി പുലർത്തണമെങ്കിൽ നിങ്ങൾ റേറ്റിംഗ് ഉയരേണ്ടത് മനസ്സിലാണ്, ഹൃദയത്തിലാണ്, വിശ്വാസത്തിലാണ്. ബാക്കിയൊക്കെ ഒന്നൊരു ആയുസ് ഉണ്ടാവില്ല. ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു, റേറ്റിംഗ് ഉണ്ടാവേണ്ടത് മനസ്സുകളിലാണ്. സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഇന്ന് വെറും റെക്കോർഡിംഗ് ഉപകരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.